ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പവിത്രത്തിൻ്റെ കഥയാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകേണ്ടത്. നോക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അച്ചമ്മ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് അച്ചമ്മ കല്യാണ തലേന്നായി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛനമ്മമാർ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടാണ് ആ മക്കളെ വളർത്തിയെടുക്കുന്നത്. പിന്നെ അവരോട് കല്യാണം വരുമ്പോഴാണ് എല്ലാം നശിച്ചു പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ആണുങ്ങളുടെ വീട്ടുകാർക്ക് സ്ത്രീധനമായിട്ടോ അതായിട്ടും ഇതായിട്ട് കുറേ കൊടുക്കണമല്ലോ. അപ്പോൾ ചിലർ വീട്ടിൽ വന്നിരുന്ന് പെണ്ണിനെ കണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവർ പറയും, അവരുടെ ഔദാര്യം പോലെ അവർ പറയും, ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് എന്താ വെച്ചാൽ കൊടുക്കുക, അതിന് ഞങ്ങൾക്ക് വിരോധമല്ല എന്നിങ്ങനെ ഒരു പറച്ചിലും ഉണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അവർ കൊടുത്ത ചായയും കുടിച്ച് അവരോട് നാണല്ലാണ്ട് സ്ത്രീധനം ചോദിക്കും ആൾക്കാർ. ആ ഒരു ഇത് നിർത്തണം, ആ ഒരു പ്രവണത നിർത്തണം. പിന്നെ അതുപോലെ കാറായിട്ടും സ്ഥലമായിട്ടും വീടായിട്ടും ഉള്ള ഈ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഒന്ന് നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിങ്ങനെ കേട്ടിട്ട് നമ്മളെ നന്ദിനി കൈയടിക്കുന്നത് ഒരു സന്തോഷം കൊണ്ടേ അച്ചമ്മയുടെ അച്ഛമ്മ പറയും, അച്ചമ്മ സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവൾ. അപ്പോൾ എന്താ നന്ദിനി എന്ന് നോക്കിയാൽ പറയുക, അല്ല അച്ചമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അതുകൊണ്ടാണ് അച്ചമ്മയെ ഞാൻ കൈയടിക്കുന്നത് എന്നവളിങ്ങനെ പറയുകയാണേ. അപ്പോൾ പറയും, ആണോ, എന്നാൽ ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ വേദമോൾക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് കാണുമ്പോൾ നിനക്ക് രോമാഞ്ചം ഉണ്ടാവും നന്ദിനി എന്നറിയാണ്. അപ്പോൾ എന്ത് എന്നറിയും, ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീജയെ വേദമോളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയും ശ്രീജയോട്. ശരി അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് അത് ഭാഗം പോയിട്ട് വേഗം വേദനെ വിളിക്കാൻ പോകും ശ്രീജ. അത് കഴിഞ്ഞ് നമ്മൾ അച്ചമ്മ റൂമിൽ പോയിട്ട് ഒരു ആമാടപ്പെട്ടിയും ഒരു കവറൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നു. അപ്പോൾ കാണുമ്പോഴേക്ക് നന്ദിനിയുടെ കണ്ണിങ്ങനെ തള്ളി വരികയാണ് കേട്ടോ. അപ്പോൾ വേദം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, മോളെ നിനക്ക് ഇന്ന് ഹൽദിയാണ്, മഞ്ഞൾ കല്യാണം, അതിന് വേണ്ടിയിട്ട് അച്ചമ്മ കൊടുക്കുന്നതാണിത്, ഇത് സാരിയാണ് പറഞ്ഞിട്ട് സാരി കൊടുക്കും. ഈ സാരി നാളെ മോള് കല്യാണത്തിന് കൊടുക്കേണ്ട സാരിയാണ് പറയും, അത് കൊടുക്കും. പിന്നെ ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് ഇപ്പോൾ വരും കേട്ടോ എന്ന് പറയും. പിന്നെ ആഭരണപ്പെട്ടി കൊടുക്കണം, ഇത് നിനക്ക് അച്ചമ്മയുടെ വക ഒരു സമ്മാനമാണ് പറഞ്ഞിട്ട് കൊടുക്കുക. അത് തുറന്നു നോക്കുമ്പോൾ നിറയെ സ്വർണ്ണങ്ങളാണ്. അത് ഇങ്ങോട്ട് കാണുമ്പോഴേക്കും നന്ദിനിക്ക് കയറില്ലേ. നന്ദിനി അറിയും, ഇപ്പം ഇത്ര നേരം അച്ചമ്മ സ്ത്രീധനം കൊടുക്കുന്നതിനെയൊക്കെ പറ്റി പറയായിരുന്നു, പെൺകുട്ടികൾ പിന്നെ സ്വർണ്ണത്തിൽ കുളിച്ചിറങ്ങണേനൊക്കെ പറ്റി പറയുമ്പോഴേക്കും ഇതേ കൊണ്ടുവരുന്ന അച്ചമ്മയല്ലേ ഇപ്പം അത് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എടി മണ്ടി, സ്വർണ്ണത്തിൽ കുളിച്ചിറങ്ങുന്നതല്ലേ, ഇത് 2 വളയിൽ ഒരു മാലയും കൂടെ ഉള്ളൂ, ഇതിട്ട് അത് എങ്ങനെ സ്വർണ്ണത്തിൽ കുളിക്കുന്നത്, ഇത് സന്തോഷത്തിന് അത്യാവശ്യം വേണ്ടത് ഇടണ്ടേ എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു കുശിമ്പി പാറു എന്ന് പറയും. അപ്പോൾ വേദ ഇങ്ങനെ ചിരിക്കണം. അപ്പോൾ അച്ചമ്മ ഇതൊന്നും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് വേദ. അപ്പോൾ പറയും, അത് പറ്റില്ല എന്നറിയും. അപ്പോൾ പിന്നെ പറയും, നീ ഒന്നും പിന്നെ ഇങ്ങനെ സ്വർണ്ണങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അറിയാം. പറയും, അത് സാരില്ല, അന്നും നാളേക്ക് ഇതൊക്കെ ഇടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. പിന്നെ അറിയും, നന്ദിനിക്കും ശ്രീജയ്ക്കും ഒക്കെ നിങ്ങളെ ഇവിടെ കൊടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നിട്ടുണ്ടില്ലേ, നിങ്ങൾ എന്താ ചെയ്തത് എന്നറിയാം. അപ്പോൾ ശ്രീജ ഒന്നും വിട്ടില്ല, കാരണം വിശ്വാസം ഏതാണ്ടൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നന്ദിനിയെ കൊണ്ടിട്ട് ലോക്കറിലും വെച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് കൊടുത്ത പോലെ തന്നെ അവൾക്കും കൊടുത്തു, അത്രയേ ഉള്ളൂ, അതിനിങ്ങനെ കുശുമ്പ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും പിന്നെ അവിടെ ഫുൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ ഉമ്മർത്ത് പന്തലിൻ്റെ പണിക്ക് ആൾക്കാർ വരുന്നു, ഡെക്കറേഷൻ്റെ ആൾക്കാർ ഒരു ഇതിൽ വരുന്നു. അപ്പോഴേക്കും കാണാം നമ്മുടെ വിക്രം ബൈക്കിൽ വരികയാണ്. ബൈക്കിൽ വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ എന്താ ഏട്ടാ അതൊക്കെ എന്ന് ചോദിക്കുകയാണ് വിശ്വനോട്. ഇതൊന്നും ഞങ്ങളുടേതല്ല, അച്ചമ്മ തീരുമാനിച്ചതാണ്, അച്ചമ്മ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വന്നത് എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് എന്ന് പറയും, നീ നമുക്കെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അച്ചമ്മേനോട് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിശ്വനാഥൻ. അപ്പോൾ പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ റൂമിലേക്ക് ചെല്ലും, നിനക്ക് ഇടാനുള്ള ഡ്രസ്സ് അവിടെ അച്ചമ്മ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ദേഷ്യം വരികയാണ്. ഞാൻ എന്താ അച്ചമ്മേനെ വിളിക്കണോ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മാറി മറ്റേ വിശ്വനാഥനും വിനായകനും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ നമുക്കുള്ള ഡ്രസ്സും ഉണ്ട് അച്ചമ്മ തന്നിട്ട്, ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കണടാ എന്നറിയാണ് വിശ്വനാഥൻ. അപ്പോൾ അത് ഞാൻ ഏറ്റു എന്നറിയാം. രണ്ടാളും കൂടെ എല്ലാവരും ഏതാണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്, ഇങ്ങനെ ഫങ്ഷൻ അടിപൊളിയാക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് എല്ലാവരും. അങ്ങനെ അവിടുന്ന് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദ ഇരുന്ന് ഒരുക്കുന്നതാണ് നന്ദിനിയല്ല ശ്രീജ. അപ്പോൾ നന്ദിനിയൊക്കെ സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീജ നിന്ന് ഒരുക്കുന്ന സമയത്ത് അപ്പോൾ മാല നന്ദിനി കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാല ഇങ്ങനെ കഴിച്ചിടുമ്പോൾ പറയും, ഇതൊന്നും വേണ്ട പിന്നെ ശ്രീജ അടുത്ത് എന്ന് പറയും. അപ്പോൾ പറയും,
വേണം മോളെ, അച്ചമ്മ തന്നതല്ല, അച്ചമ്മ നോക്കില്ലേ അറിയും. അപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ സ്വർണ്ണങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല എന്നറിയും. അപ്പോൾ നന്ദിനി അറിയും താല്പര്യമല്ല എന്നിട്ടാണോ ഇതൊക്കെ ഇടുന്നത് ചോദിക്കുമ്പോൾ പറയും അതല്ല നന്ദിനി എടുത്ത്, ഞാൻ അങ്ങനെ സ്വർണ്ണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയും. എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഇത് ഇടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അച്ചമ്മ ഒരു താലിമാല എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൽ നിന്ന് ആ മാടപ്പെട്ടിയിൽ നിന്ന് ഇതിൽ വേണം നാളെ താലി കോർത്തിടാൻ പറയും. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാല അത് കൊടുത്തില്ലേ അവിടെ നിന്ന് പറയും. അത് കൊടുത്തു, അത് തമ്മിൽ യാതൊരു ബന്ധമില്ല, അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ. അപ്പോഴേക്കും നന്ദിനിയോട് നമ്മുടെ എന്താണ് നേത പറയുന്നത്, നന്ദിനി അടുത്ത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നന്ദിനി അടുത്തേക്ക് ഒരു മാല തരാം എന്നറിയും. നന്ദിനിക്ക് അതിന് അപ്പോൾ നന്ദിനി പറയും എനിക്ക് സ്വർണ്ണത്തിനോട് അതിയായ കമ്പൊന്നും ഇല്ല, പിന്നെ നീ തരികയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും എന്നറിയാം. അപ്പോൾ പറയും പിന്നെ എനിക്ക് മാത്രം തരുമ്പോൾ ശ്രീജേർത്തിക്ക് വിഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ശ്രീജ എനിക്കൊരു വിഷമവുമില്ല, എനിക്കും ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് കമലമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കമലമ്മ പറയും എന്താ ഇവിടെ ചോദിക്കും. അപ്പോൾ പറയും അല്ല അമ്മേ, പിന്നെ അപ്പോൾ ശ്രീജ പറയാം അല്ല അമ്മേ ഇങ്ങനെ നമ്മുടെ വേദയ്ക്ക് സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല അത്ര, അപ്പോൾ ഒരു മാല നന്ദിനിക്ക് കൊടുക്കാമെന്ന് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. വേദയല്ല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതൊന്നും വേണ്ട, അത് അച്ചമ്മ പിന്നെ സ്നേഹമായിട്ട് തന്നതല്ലേ മോളെ, അതൊന്നും ആർക്കും കൊടുക്കണ്ട, അത് മോള് കൊണ്ടുപോയി ലോക്കറിൽ വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എടുത്ത വഴിക്ക് നന്ദിനി പറയും അപ്പോൾ ലോക്കറിൽ വെക്കുന്നതും എൻ്റെ അടുത്ത് ഇരിക്കുന്നതൊക്കെ ഒരുപോലെ അല്ലേ എന്ന് പറയും. അപ്പോൾ പറയും നീ നിൻ്റെ സ്വർണ്ണം കൊണ്ടുപോയി ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയല്ലേ, അതെന്താ ഇവിടെ വെച്ചാൽ നിനക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ നീ ലോക്കർ കൊണ്ടുപോയി വെക്കുന്നത് വയ്ക്കും. അപ്പോഴേക്ക് അച്ചമ്മ അങ്ങോട്ട് വരും. അപ്പോഴേക്ക് എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ട് അച്ചമ്മ വരികയാണ്. അച്ചമ്മ വന്നിട്ട് പറയും അല്ല വേദയ്ക്ക് ഇങ്ങനെ സ്വർണ്ണങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, അപ്പോൾ അത് വേണമെങ്കിൽ ഒരു മാല നന്ദിനിക്ക് കൊടുക്കാമെന്ന് പറയുമായിരുന്നു വേദ എന്ന് പറയും. അപ്പോൾ പറയും അച്ചമ്മ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ നന്ദിനിക്കൊന്നും കൊടുക്കണ്ട, അത് ഈ നന്ദിനിക്ക് കൈക്കോട്ടിൻ്റെ എന്താണ് ജീവനാണെന്ന് പറയാം. പറയും അതെന്താ വയ്ക്കും, അല്ല കൈക്കോട്ട് ഇങ്ങനെ കളച്ച് ഇങ്ങോട്ട് ഇടുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അങ്ങോട്ട് എത്ര കിട്ടിയാലും മതിയാവില്ല, കൈക്കോട്ട് ഇങ്ങനെ വെട്ടി ഇങ്ങോട്ട് മാറ്റുക എന്നുള്ള ചിന്തയുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അച്ചമ്മ അങ്ങനെ പറയുന്നു വേണ്ട, തിരിച്ചും കൈക്കോട്ട് തിരിച്ചു പിടിച്ചാലും അങ്ങോട്ട് ഇടാം എന്ന് പറയും. അപ്പോൾ പറയും നീ ഇതുവരെ ഇങ്ങോട്ടൊന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ചമ്മ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഉറക്കം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് പതുക്കെ പറയുന്ന എന്തിനാ, അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അവർ കേൾക്കുമെന്ന് അറിയാം. ഇനിയിപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും പരിപാടിയൊക്കെ നടക്കട്ടെ, ഇതിൻ്റെ ഹാളിലേക്ക് എല്ലാവരും പോകാൻ റെഡി ആവുകയാണ്. അങ്ങനെ അവിടെ ഹാളിൽ ഗംഭീര പരിപാടിയാണ്, പാട്ടും ഡാൻസും. വിക്രം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുട്ടി ഓടി വന്നിട്ട് പറയും ഹായ് ചെറിയമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചെറിയച്ഛനെ കാണണം, ചെറിയച്ഛനെ കണ്ട ശരിക്കും കല്യാണ ചെക്കനെ പോലെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ കുട്ടി വന്ന് പറയുന്നുണ്ട് കേട്ടോ. ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഗംഭീര പരിപാടിയാണ്, പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ബഹളം ആയിട്ട് പരിപാടി നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് പത്മാവതി അതായത് വേദയുടെ അച്ചമ്മ മുത്തശ്ശി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അവിടുത്തെ അച്ചമ്മ പറയുന്നുണ്ട് ഞങ്ങൾ വേദയുടെ മഞ്ഞൾ കല്യാണം ഗംഭീരമാക്കുകയാണ്, ഡാൻസും ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നറിയാം. അപ്പോൾ വേദ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ട കൊടുക്കുന്നുണ്ട്, ഭയങ്കര പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇത് പരിപാടി കഴിയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ വീട്ടിൽ തിരിച്ച് വന്നിട്ട് പിന്നെ വേദേനെ കൊണ്ടുപോയിട്ട് ഇവരുടെ മാഷയുടെയും കമലമ്മയുടെയും റൂമിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അപ്പോൾ പറയുക എന്താ അമ്മ ഇവിടെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഇന്ന് മോൾ ഇവിടെയാണ്, ഇനി മോൾ ഇവിടെയാണ് കിടക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും അയ്യോ അത് പിന്നെ വേണ്ട അമ്മേ, അത് അമ്മയുടെയും അച്ഛൻ്റെയും റൂമല്ലേ, അമ്മയുടെയും മാഷയുടെയും റൂമിൽ ഇവിടെ വേണ്ട അറിയാം, അല്ല ഇവിടെ വേണം എന്നറിയാം. അപ്പോൾ പറയും ഇന്ന് മോൾ ഹാള് കിടക്കണ്ട, മോൾ ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്നറിയും. അല്ല അമ്മേ അത് വേണ്ട അറിയും, വിക്രമിൻ്റെ റൂമിലേക്ക് ഞാൻ പോകാൻ പറ്റില്ല, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിടക്കണം, നാളെ ഇപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചുള്ളതല്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം മാറി കിടക്കണം എന്ന് പറയും. അപ്പോൾ പറയും അല്ല അമ്മ അത് മാഷ അറിയും, ഇത് എൻ്റെയോ അച്ഛമ്മയുടെയോ ഒന്നും തീരുമാനമല്ല, ഇത് മാഷ തീരുമാനമാണ് അറിയും. അപ്പോൾ മാഷ തീരുമാനം എന്ന് പറയുമ്പോൾ അവളിങ്ങനെ വേദങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് കമലമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും പിന്നെ സംശയിക്കേണ്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിഥികളൊക്കെ വന്നപ്പോൾ അതിങ്ങനെ പറയുകയാണ്, അതിഥികളൊക്കെ വന്ന് പോണ സമയത്ത് മാഷ് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലരൊക്കെ യാത്ര പറഞ്ഞിറങ്ങുക. അപ്പോൾ പറയും നാളെ എന്തായാലും നേരത്തെ വരില്ല എല്ലാവരും എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നാളെ ഞങ്ങളെല്ലാവരും നേരത്തെ എത്തുമെന്ന് പറയും. അങ്ങനെ മാഷോട് സംസാരിച്ച് നിൽക്കുന്ന ആളും പോവുകയാണ്. അപ്പോഴേക്കും മാഷ് പിന്നെ കമലമ്മയെ വിളിക്കുക, കമല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്.
അപ്പോൾ പറയും എന്തേ മാഷി ചോദിച്ചിട്ട് ചെല്ലുക. അപ്പോൾ പറയും ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ ഇരിക്കുമ്പോൾ ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ച് ഇത്രത്തോളമൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി ഞാൻ അങ്ങനെ വിട്ടു നിൽക്കുന്നതായി നിനക്ക് തോന്നുന്നില്ല അല്ലേ? ഇല്ല ഇല്ല മാഷെ എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും ഇന്നത്തെ ദിവസം ഞാൻ ആ കുട്ടി ഒരു അമ്പലനടയിൽ വെച്ചൊരു താലി കെട്ടി എന്നതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ജീവിതം വെറുതെ പിന്നെ ഇതാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അത്രയും നാളും പറഞ്ഞിരുന്നത്. എനിക്ക് ആ കുട്ടിയല്ല പേടിയുണ്ടായിരുന്നത്, അവനെയാണ്, നമ്മുടെ മകനെയായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നത്. കാരണം അവൻ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുമെന്ന് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു കമല എന്ന് പറയും. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഷേ, അവനൊരിക്കലും ഇനി മാറില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും ഇന്നത്തെ ദിവസം ആ കുട്ടിയുടെ അല്ലേ, അപ്പോൾ ഇനി അവളിന്ന് ഹാളിൽ കിടക്കണ്ട, അതുകൊണ്ട് നമ്മളെ റൂം അവൾക്ക് കൊടുത്തേക്ക്, അവളവിടെ കടന്നോട്ടെ എന്ന് പറയാണ്. അപ്പോൾ പറയും മാഷേ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതേ കമല, പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ നാളെ വരുമോ എന്ന് പറയും. വരാതിരിക്കില്ല എന്ന് പറയും. അവരൊക്കെ വരുമ്പോൾ പിന്നെ കാരണം മാഷും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഫങ്ഷൻ, ഹൽദിയുടെ. മാഷ് അവിടെ നിന്ന് ചിരിക്കുന്നു, വളരെ സന്തോഷമായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും അമ്മയുടെ ഒരു കാര്യമാണെങ്കിൽ തന്നെയും അതിലെല്ലാവരും ഇങ്ങനെ സഹകരിക്കുന്നതുകൊണ്ട് ഞാൻ മാറി നിൽക്കണമെന്നൊരു തോന്നൽ നിനക്ക് വേണ്ട പറയുമ്പോൾ അതില്ല മാഷേ എനിക്ക് എന്ന് പറയും. പറയും ഇന്നത്തെ ഒരു ദിവസം ആ കുട്ടിയുടെ അല്ലേ, അപ്പോൾ ആ റൂം ആ കുട്ടിക്ക് തന്നെ, നമ്മുടെ റൂം ആ കുട്ടിക്ക് കൊടുത്തേക്ക് എന്ന് പറയാണ് കേട്ടോ. അതിൽ കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ ഒരു കാര്യം, പിന്നെ അത് പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുമ്പോൾ നിൽക്ക് കമല എന്നറിയും. അപ്പോൾ തിരിച്ചും കിടന്നെ വരികയാണ്. അപ്പോൾ പറയും എന്താ മാഷി വയ്ക്കുമ്പോൾ പറയും ഇതുവരെ ആ കുട്ടിയെ ഞാൻ അച്ഛാന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്നെ, ഇനി നന്ദിനിയും ശ്രീജിയും ഒക്കെ വിളിക്കുന്ന പോലെ ആ കുട്ടി എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ ഇങ്ങനെ പറയുകയാണ് മാഷ. അത് കേട്ടിട്ട് സോറി കമലമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് സന്തോഷം കൊണ്ട് കേട്ടോ. അപ്പോൾ പറയും പിന്നെ അവളും ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്നെ എന്ന് പറയാണ്. അപ്പോൾ ശരി മാഷേ പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ ഓടുകയാണ്. അപ്പോൾ പറയും അത് കേട്ടിട്ട് നമ്മൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ പറയും സത്യമാണ് അമ്മ വയ്ക്കുമ്പോൾ, സത്യമാ മോളെ എന്നറിയും. അപ്പോൾ അച്ചമ്മ പറയും മോളെ എൻ്റെ മോൻ അത്ര ദുഷ്ടനൊന്നുമല്ല, പിന്നെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനെ ഇങ്ങനെ ആക്കിയത്. അവനൊരു പാവാണ്, എല്ലാവരും സ്നേഹിക്കാനേ എൻ്റെ മോനെ അറിയുള്ളൂ, അവൻ അത്രയ്ക്ക് പാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവിടുന്ന് പിന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ശരി പറഞ്ഞിട്ട് അവർ പോരുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട് ഈ കല്യാണ ചടങ്ങിന് രണ്ട് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അത് പറയുന്നുണ്ട് കേട്ടോ, കമലമ്മയോട് നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ പറയും ശ്രീജ നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ ഈ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചത്, അത്ര വലുതൊന്നുമല്ല, ഗ്രാൻഡായിട്ടൊന്നുമല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും ആരെയും ക്ഷണിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ശ്രീജ പറയും ഞാനാ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് ആരെയും ക്ഷണിക്കേണ്ടെന്ന്, എന്തിനാ വെറുതെ അവർ ഇവിടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും അതുകൊണ്ടാണ് നന്ദിനി ആരെയും ക്ഷണിക്കുന്നത്, ശ്രീജയുടെ വീട്ടിൽ നിന്ന് ക്ഷണിക്കുന്നില്ലെങ്കിൽ പിന്നെ നന്ദിനിയുടെ വീട്ടിൽ നിന്ന് വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിന് നന്ദിനി കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ സുധാകരൻ മാഷ് ഇങ്ങനെ മറുത്തിരിക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേഗം മാഷ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ പറയും അവിടെ ഇരിക്കടാ എന്നറിയും. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ സുധാകര, പിന്നെ എനിക്ക് മനസ്സിലാവും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമം എത്രത്തോളം എന്നുണ്ട് എനിക്ക് മനസ്സിലാവും. പിന്നെ ആ കുട്ടി വളരെ നല്ല കുട്ടിയാണ്, നമ്മളെ ഈ കുടുംബത്തിനോട് ചേർന്ന് പോണ കുട്ടിയാണ് അവളിപ്പോൾ വലിയ ജഡ്ജിയുടെ മോളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതല്ല അമ്മേ എന്ന് പറയും. അല്ല ആ കുട്ടി ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് താലി കെട്ടി എന്നുള്ളൊരു പ്രശ്നത്താൽ മാത്രമൊന്നും അല്ല ഇങ്ങോട്ട് വരിക. ഇപ്പോൾ ഒരു പക്ഷേ തിരിച്ചു പോകണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ ഇന്ന് അവൾ ഈ കുടുംബത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെന്നാണ് എനിക്ക് മനസ്സിലായത്. അവൾ നമ്മളെ പിന്നെ വിക്രമിനെ മാറ്റിയെടുക്കുക. അപ്പോൾ മാഷു പറയേണ്ട പിന്നെ എന്താണ് അവൾ മാറ്റിയെടുക്കുന്നില്ലെങ്കിലോ എന്ന് ചോദിക്കും. വിക്രമിനെ മാറ്റിയെടുക്കാൻ അവൾക്ക് പറ്റിയില്ലെങ്കിലും അറിയും തീർച്ചയായിട്ടും പറ്റും, അല്ലെങ്കിൽ തിരിച്ചു ആയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് മറ്റേ അച്ചമ്മ സുധാകര മാഷോട്. അപ്പോൾ പറയും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനാണെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക പവിത്രത്തിൻ്റെ
കഥ വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ ഇന്നത്തെ എന്തായാലും പവിത്ര മാറ്റരുത്, നല്ല രസമായിട്ട് നല്ല ഇതാണ്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, കഥ ഒരുപാട് പറയേണ്ടത് മോശമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കഥയൊന്നും പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. ഏതാണ്ട് കഥയുടെ ഏതാണ്ട് ഏകദേശം രൂപമൊക്കെ പറഞ്ഞു വരുമ്പോൾ അറിയാമല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ അവതരണം കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ എല്ലാവരും തെറ്റുകളൊക്കെ പൊറുക്കുക. അതുപോലെ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ.